ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ ക്ലാസ് നമ്മുടെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. 3ാം ക്ലാസ്സിലെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലങ്ക എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. അതായത് നമ്മൾ കനകച്ചിലങ്ക എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്ന യൂണിറ്റ് ടെസ്റ്റ് ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കനകച്ചിലങ്കയിലെ 2ാമത്തെ പാഠത്തിൽ വരുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുന്ന യൂണിറ്റ് ടെസ്റ്റ് ആണ്. അത് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആനയും അണ്ണാറക്കണ്ണനും അല്ലേ, ആനയും അണ്ണാറക്കണ്ണനും, ഒളിച്ചുകളി, മാനത്തെ കാഴ്ചകൾ, ഈ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾ കണ്ടു കരുതുന്നു. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. ക്ലാസ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരാൻ പോവാണ്, ഓണപരീക്ഷ വരാൻ പോകണം അല്ലേ, ക്വാർട്ടർലി എക്സാം വരാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണ്ടേ? നല്ല മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? നമ്മളെ എക്സാം ഇതുപോലുള്ള യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം, എഴുതി നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ നമ്മുടെ ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ, അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഫുൾ മാർക്ക് കിട്ടണ്ടേ? സോ അവർക്കും ഷെയർ ചെയ്യുക, ടോപ്പേഴ്സ് വേൾഡിനെ കുറിച്ച് പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലങ്ക, ഇതിലെ 3 പാഠങ്ങൾ, ഫസ്റ്റത്തെ 3 പാഠങ്ങൾ ആനയും അണ്ണാറക്കണ്ണനും, ഒളിച്ചുകളി, മാനത്തെ കാഴ്ചകൾ. ഫുൾ യൂണിറ്റ് റിവിഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം 1, ഞാൻ എഴുതിയ നാടോടി കഥ. എന്താ ചെയ്യാൻ പറഞ്ഞത്? 5 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തുണ്ടാക്കാനാണ് പറയുന്നത്? ചെറിയൊരു നമ്മൾ നാടോടി കഥ എന്താന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. നാടോടി കഥയൊക്കെ നമ്മൾ ആനയും അണ്ണാറക്കണ്ണനും എന്നുള്ള പാഠം ഒരു നാടോടി കഥയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു നാടോടി കഥ ഉണ്ടാക്കി എഴുതാനാണ് പറയണത്. ഓക്കെ, സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു ഭാവനയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു നാടോടി കഥ ഉണ്ടാക്കി എഴുതുക. അതിനൊരു എന്ത് കൊടുക്കണം? തലക്കെട്ട്, അതായത് ഹെഡിങ് കൂടെ വേണം കേട്ടോ. കഥയ്ക്ക് ഒരു പേര് കൂടെ കൊടുക്കണേ. അപ്പൊ എന്ത് ചെയ്യുക? വളരെ നീറ്റായിട്ട്, ഒരുപാട് വലുതായിട്ടൊന്നും എഴുതണ്ട, വളരെ ചെറിയൊരു നാടോടി കഥ ഉണ്ടാക്കി എഴുതുക. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 2, മാനത്തെ കാഴ്ചകൾ എന്ന കവിതയെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. എന്താ ചെയ്യാൻ പറയണത്? മാനത്തെ കാഴ്ചകൾ എന്ന കവിത എല്ലാ കൂട്ടരും പഠിച്ചതല്ലേ? അതിന്റെ അർത്ഥം എന്താണ്, ആശയം എന്താന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കിയാലും മതി. മാനത്തെ കാഴ്ചകൾ എന്ന ക്ലാസ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലയാളം പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് മാനത്തെ കാഴ്ചകൾ എന്ന ചാപ്റ്റർ ക്ലാസ് കാണുക. ഫുൾ നമ്മൾ ആ പാഠത്തിന്റെ ഫുള്ള് ഒരു വരിയുടെ അർത്ഥം എന്താണെന്നും അതിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ മാനത്തെ കാഴ്ചകൾ എന്ന കവിതയെ കുറിച്ച് ഒരു വിവരണമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയുന്നത്? തയ്യാറാക്കിയിട്ട് എഴുതാൻ പറയുന്നത്. അപ്പൊ എഴുതുമ്പോൾ ആരാണ് മാനത്തെ കാഴ്ചകൾ എഴുതിയെന്നുള്ള കവിയുടെ പേരൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ. ആശയമൊക്കെ എഴുതുക കവിതയുടെ. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം 3, ആരാണെന്ന് പറയാമോ? ആരാണെന്ന് കടങ്കഥയാണ്. നമ്മൾ കടങ്കഥയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? കടങ്കഥയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ലേ? അപ്പൊ ഇവിടെ എന്ത് എഴുതാനാണ് പറയുന്നത്? ഉത്തരം, കടങ്കഥയ്ക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ കടങ്കഥ വായിക്കാം. എനിക്ക് ചുറ്റും ചുമരുകളാണ്, എൻ്റെ ഉള്ളിൽ മുറികളുണ്ട്, കാറ്റിൽ നിന്നും മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷിക്കും, സ്നേഹം നിറയ്ക്കാൻ ആളുകളുണ്ട്, ഞാൻ ആരാണെന്ന് പറയാമോ എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, പട്ടണത്തിലുണ്ട് പാലത്തിലില്ല, ശിശുവിലുണ്ട് പശിയിലില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഈ 2 കടങ്കഥയുടെയും ഉത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങളാണ് കേട്ടോ രണ്ടും. അപ്പൊ എന്ത് ചെയ്യാ? 2ന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം. 2 മാർക്കിന്, വളരെ 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, അക്ഷരമാല ക്രമത്തിലാക്കുക. എന്താണ് അക്ഷരമാല ക്രമം എന്ന് അറിയില്ലേ? നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അല്ലേ? എയിലുള്ളതെല്ലാം ഫസ്റ്റ് എഴുതുന്നു, അടുത്ത ബിയിൽ എഴുതുന്നത്, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എഴുതുക. അതേപോലെ മലയാളത്തിലും അക്ഷരമാല ക്രമം ഉണ്ട്. എന്ന് വെച്ചാൽ ആയിൽ തുടങ്ങുന്ന, അവിടെ എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് ആദ്യം വായിക്കാം. മയിലമ്മ, കുഞ്ഞിക്കുറുക്കൻ, മുയൽ, സുന്ദരിക്കാക്ക, കുഞ്ഞരിപ്രാവ്, പുള്ളിപ്പുലി, കുരങ്ങൻ, കരടി, ആന, ആമ, കുഞ്ഞിക്കുരുവി, മാൻ, കടുവ, പരുന്ത്, ചിന്നക്കുരുവി. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ അക്ഷരമാല ക്രമത്തിലാക്കുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് ആയിൽ തുടങ്ങുന്ന വാക്കുകൾ. ഇവിടെ ആയിൽ തുടങ്ങുന്ന വാക്കുണ്ടോ? ഇല്ല അല്ലെ? ആയിൽ തുടങ്ങുന്നത്. അപ്പൊ അടുത്ത നമുക്ക് അക്ഷരമാല എഴുതാൻ അറിയണം കേട്ടോ. എന്നാലും നമുക്ക് അക്ഷരമാല ക്രമത്തിൽ എഴുതാം. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അക്ഷരമാല ക്രമത്തിൽ എഴുതാൻ പറ്റുള്ളൂ. ആയിൽ തുടങ്ങുന്ന വാക്കില്ലെങ്കിൽ അടുത്ത ആ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്ക് നോക്കുക. എന്ന് തുടങ്ങുന്ന വാക്ക് ഏതൊക്കെയാ? ആന, ആമ. ഇതില് രണ്ടും ആല് തുടങ്ങുന്ന വാക്കാണ്.
അതപ്പോ രണ്ടാമത്തെ അക്ഷരം നോക്കുക. ഇവിടെ ന, ഇവിടെ മ. അപ്പൊ ഏതാണ് ഫസ്റ്റ് വരിക? ഏതാ ഫസ്റ്റ് വരിക? മായാണോ നായാണോ? ആ വാക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് എഴുതുക. അതിനുശേഷം അടുത്ത വാക്ക്. അങ്ങനെ അക്ഷരമാല ക്രമത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? നാലാമത്തെ പ്രവർത്തനം എഴുതേണ്ടത്. 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം 5. തീവണ്ടി ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കുക. അതായത് തീവണ്ടി ഉത്തരമായിട്ട് ആൻസർ ആയിട്ട് വരുന്ന കടങ്കഥ നിങ്ങൾക്ക് നിർമ്മിക്കാനാണ് പറയണത്. അപ്പൊ ഒരുപാട് കടങ്കഥകളുണ്ട്. തീവണ്ടി ഉത്തരമായി വരുന്ന ഒരുപാട് കടങ്കഥകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? കണ്ടെത്തി എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കടങ്കഥ ഉണ്ടാക്കിയാലും മതി. ഉത്തരം എന്ത് വരണം? തീവണ്ടി ആയിരിക്കണം ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5 പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടിന്റെ യൂണിറ്റ് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു പാർട്ട് കൂടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ 3 പാർട്ട് യൂണിറ്റ് ടെസ്റ്റാണ്. നമ്മൾ 3 യൂണിറ്റ് ടെസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ യൂണിറ്റ് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തു. ഇത് സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റ്, ഫസ്റ്റ് യൂണിറ്റിന്റെ സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റ് ആണ്. ഇനി അടുത്തത് ഒരു 3ാമത്തെ പാർട്ട് കൂടി ഉണ്ട്. അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തം 3 യൂണിറ്റ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റിനുള്ളത്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.